ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫിനിഷിംഗ് സൈറ്റാട്ടോ നിങ്ങൾ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഫുള്ള് കംപ്ലീറ്റായി, നമ്മളെ വർക്ക് ഫുള്ള് കംപ്ലീറ്റായി. പിന്നെ അതിൽ ഫാൻസി ലൈറ്റും ചാനലർ കാര്യങ്ങളൊക്കെ തൂക്കുന്നതും അതിൻ്റെ എല്ലാ ഡീറ്റെയിലുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ നമുക്ക് നേരിട്ട് കാണാം അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു ഹൈവേ കൂടി നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര നടക്കട്ടെ. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു സൈറ്റിലാട്ടോ നമ്മൾ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കയറി പോകുന്ന സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ലൈറ്റുകൾ അങ്ങനെ പിടിപ്പിച്ചത്, പിന്നെ റണ്ണിങ് ലൈറ്റൊക്കെ പിടിപ്പിച്ച ചാനൽ, അതിൻ്റെ ഉള്ളിൽ ചാനൽ പിടിപ്പിച്ച സിസ്റ്റവും, അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻ കൊടുത്തതും പ്രൊഫൈൽ സ്ട്രിപ്പുകൾ കുടുക്കിയതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. സുഹൃത്തുക്കൾ ആരെയും കാണാത്ത ആളുകളുണ്ട്, നമുക്കിപ്പോൾ ഇതിൽ കമൻ്റായിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് ഇട്ടോ കേട്ടോ. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സൈറ്റിൽ എന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സെറ്റിങ്സും. കാരണം ഹാങ്ങിങ് ലൈറ്റുകളും അതേപോലെ വാൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ നമ്മൾ ലിവിങ്ങിൽ ചെയ്ത ഒരു ഹാങ്ങിങ് ലൈറ്റ് കേട്ടോ. നല്ലൊരു ഭംഗിയില്ലേ കാണാൻ, നല്ലൊരു രസമുള്ള ലൈറ്റ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വാൾ ലൈറ്റൊക്കെ പറഞ്ഞാൽ ഒരു വിൻറ്റേജ് ലുക്കാണ് കേട്ടോ. പഴയ ഒരു ലുക്കാണ് ഇതുള്ളത്. അത് നമ്മൾ വൈറ്റ് ഉപയോഗിക്കണാട്ടിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വൈറ്റ് ഉപയോഗിക്കണാട്ടിയൊക്കെ നല്ല നമ്മൾ ഇതിൽ ഒരു എന്താ പറയുക, വാം ലൈറ്റുകൾ ഉപയോഗിച്ചാൽ, വാട്ട്സ് കുറഞ്ഞ വാം ലൈറ്റുകൾ ഉപയോഗിച്ചാൽ ഇതിനെക്കാട്ടി ഒന്നുകൂടി ഒരു അട്രാക്ഷൻ കിട്ടും അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുക. ഇതിൻ്റെ എന്താ വെച്ചാൽ ഇത് നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ചെയ്തതെന്ന്. ഞങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ ഇത് ഒരു അതിൻ്റെ ഹൗസ് ഓണർ ഒരു അഭിപ്രായത്തിലാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുള്ളത്. മൂപ്പർക്ക് അതൊരു വെളിച്ചത്തിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ഉണ്ട് മുകളിൽ, എങ്കിലും പ്രൊഫൈൽ ലൈറ്റ് ഒന്നും എപ്പോഴും ഇടൂല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ അഭിപ്രായം കൂടി മാനിക്കണ്ട അങ്ങനെ ചെയ്താട്ടോ. ഇത് അതുപോലെ തന്നെ ഇത് നമ്മളെ കിച്ചണിൽ വരുന്നതാണ്. കിച്ചണിൽ 3 ഹാങ്ങിങ് ലൈറ്റാണ് വരുന്നത് ഒരു പ്ലേറ്റിൽ. ഇതിപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ ഏറ്റവും മുകളിൽ, സ്റ്റെയർ കേസിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് നല്ല ചാനൽ ലൈറ്ററിന് തന്നെ പറയാം. വലിയൊരു ലൈറ്റാട്ടത്, നല്ല വെയിറ്റ് ഉണ്ട് സാധനം. 2 ആൾ പിടിച്ചിട്ടാണ് ഞങ്ങളിത് ഹുക്ക് ചെയ്ത്, ഈ ഒരു പിന്നെ ഹുക്കുമിൽ ഹുക്ക് ചെയ്തിട്ടുള്ളത് 2 ആൾ വെച്ചിട്ടാണ്. അതായത് അത്രയും വെയിറ്റാണ് സാധനം. ഇത് ഫിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് 3 സ്കഫോൾഡിങ്, 1 മീറ്റർ വീതിയുള്ള 3 സ്കഫോൾഡിങ്. കാരണം എല്ലാ വർക്കും കഴിഞ്ഞെടുക്കണം. സ്റ്റെയർ കേസിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇട്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ വേറെ പൈപ്പ് കാര്യങ്ങളൊന്നും വെച്ചിട്ട് പിന്നെ ഹൈറ്റൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ സ്കഫോൾഡിങ് 1 മീറ്ററിൽ ഇപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ കടയിൽ, മാർക്കറ്റിൽ. ഇത് വാടകയ്ക്ക് എല്ലാ സാധനവും ഇപ്പോൾ കിട്ടും. ഏത് വീതിയുള്ളതാണെങ്കിലും സ്കഫോൾഡിങ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണിത്. ഏത് സാധനം വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഒരു ദീപം കത്തിക്കണ ഒരു ലുക്കില്ലേ, എന്താ രസം. നല്ലൊരു ഫീലാണ് ആ ലൈറ്റ് ഇങ്ങനെ കത്തിക്കാണാൻ. ഈ ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ സംബന്ധിച്ച് ഇതുപോലെ എല്ലാ നമ്മൾ ഇട്ട പോയിന്റിൽ ഫുള്ള് ബൾബുകൾ, അതായത് അതിക്ക് ആവശ്യമുള്ള ഫാൻസി സാധനങ്ങൾ നമ്മൾ ഫാൻസിക്ക് വെച്ചതാണ് ഫാൻസി ഇടുക. അതുപോലെ തന്നെ എല്ലാ ലൈറ്റുകളും അതാത് പോയിന്റിൽ വരുമ്പോൾ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ ഈ ലൈറ്റിന് അകമ്പടിയായിട്ട് നമുക്കൊരു പ്രൊഫൈലും അതിന് മുകളിലുണ്ട്. നല്ലൊരു ഫീലാണ് രണ്ടും കൂടി കത്തി കാണുമ്പോൾ. കണ്ടില്ലേ പ്രൊഫൈലും. ഇത് സീലിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളതൊക്കെ. നല്ലൊരു ഫീൽ ചെയ്യുക കാണാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മളിട്ട പോയിന്റുകളൊക്കെ കണ്ട് ചെയ്യുമ്പോണ്ടല്ലോ എന്തൊരു ഭംഗിയാണ് കാണാൻ. അത് ഒരു ഇലക്ട്രീഷ്യനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഒരു അനുഭവം കേട്ടോ അതൊക്കെ. എല്ലാവർക്കും അറിയാം, ഇലക്ട്രീഷ്യന്മാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരുവിധം സ്ഥലത്തൊക്കെ എന്താ വെച്ചാൽ പോയിന്റുകളാണ്ട് ഇട്ട് പോവും, പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കില്ല, അതെല്ലാം അതേപോലെ കിടക്കുന്നുണ്ടാവും. പിന്നെ അന്ന് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിന്റ് ഇവിടെ പോയിന്റ് എന്നൊക്കെ പറയും. പക്ഷേ അതാരും ലാസ്റ്റ് ആ പോയിന്റുകളിലൊന്നും യൂസ് ചെയ്യില്ല, അതങ്ങനെ കിടക്കും. പക്ഷേ ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ നമ്മൾ പിന്നെ വീട് താമസത്തിന് മുന്നേ ഇതൊക്കെ ചെയ്ത് എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒക്കെ ഓണാക്കി കാണുമ്പോൾ പ്രത്യേക ഒരു അനുഭവമാണ്. അതൊക്കെ ഇലക്ട്രീഷ്യന്മാർക്ക് പെട്ടെന്ന് മൈൻഡിൽ ഓടിട്ടോ, അതൊക്കെ മനസ്സിലാവും. പിന്നെ അത് കണ്ടോ, അത് നല്ലൊരു
വിൻറ്റേജ്, ഇതും ഒരു വിൻറ്റേജ് ലുക്ക് കേട്ടോ. ഇതിനായിട്ടും വലിയ ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സംഭവമാക്കി പറയല്ല, ഇതിൽ വലിയ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ച ആളുകളും ഉണ്ടാവും. പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീഡിയോ ഒക്കെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ചെയ്ത വർക്കുകളൊക്കെ ഉണ്ടാവും, ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ സ്റ്റെയർ ഇതാണ്. സ്റ്റെയറിൻ്റെ കൺട്രോളറും കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു ബോക്സിലാക്കും. നമ്മളന്ന് ഒന്നായിട്ട് കെട്ടി തൂക്കിക്കുന്നത് അന്നത്തെ വീഡിയോയിൽ, ഇതിന് മുന്നിട്ട വീഡിയോയിൽ നമ്മൾ ഒന്നായിട്ട് ഒരു റൗണ്ടായിട്ടൊരു റൂമിലവിടെ കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ ഒരു ബോക്സിലാക്കാനുള്ളതാണ്, പിന്നെ അവിടെ ഒരു ബോക്സ് വരുന്നുള്ളതൊക്കെ. ഇപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ ചാനലിൻ്റെ മറ്റേ സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സെൻസർ വെക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഡയറക്റ്റ് സ്ട്രൈറ്റ് സെൻസർ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ ഞാൻ ഈ കൈ അവിടെ വൈപ്പ് ചെയ്തപ്പോഴാണ്, അപ്പോൾ നമ്മളവിടെ ഭാഗത്തൊരാൾ വന്നാൽ ആ ഭാഗത്തു നിന്ന് കയറുമ്പോൾ മാത്രമേ സെൻസർ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ സ്ട്രൈറ്റ് വെച്ചിട്ടാണെങ്കിൽ ആ അരു കൂടെയൊക്കെ പോയാലും ആ സൈഡിലൊക്കെ പോയി നിന്നാലും അതിൽക്കൂടെ ഒന്ന് ഒരാൾ പാസ് ചെയ്താൽ മതി, അപ്പോൾ വർക്കാവും. അങ്ങനെ വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചെരിച്ച് വെച്ചിട്ടോ സെൻസർ. ചെരിച്ച് വെച്ചപ്പോൾ നമ്മൾ ആ ഭാഗത്ത് കയറുമ്പോൾ മാത്രമേ, സ്റ്റെപ്പ് കയറുമ്പോൾ മാത്രമേ ഓണാവുള്ളൂ, അല്ലാത്ത പക്ഷം ഓണാവില്ല. ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ബോക്സിലാട്ടോ ഫുള്ള് അതിൻ്റെ കൺട്രോളറും ഡ്രൈവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് മെയിൻ്റനൻസിനും ഇവിടെ നിന്നാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓരോ ചാനലും ഓണായിക്കൊണ്ട് പോകുന്നതൊക്കെ ലൈറ്റ് കത്തി പോകുന്നു. ആ സ്റ്റെപ്പിൻ്റെ ലൈറ്റുകൾ കത്തുന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വർക്ക് കണ്ടെന്ന് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആളുകളുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.